ശോഭയോടെ ശശികല. ഗാനരചയിതാവ് ശശികല മേനോനെ കുറിച്ചുള്ള പ്രത്യേക പരിപാടി. അവതരണം രജിത നായാട്ടുപാറ. ശബ്ദ മിശ്രണം ശ്രീ മനോജ് കെ ഗോവിന്ദ്. രചന സംവിധാനം ശ്രീ കെ രാകേഷ് ബാബു. ശോഭയോടെ ശശികല. ഗാന സാഹിത്യത്തിനും സംഗീതത്തിനും പ്രാധാന്യം വളരെ കുറഞ്ഞുപോയ ഒരു കാലത്തിലൂടെയാണ് ഇന്ന് മലയാള സിനിമ കടന്നു പോകുന്നത്. പാട്ടിനു വേണ്ടി മാത്രം ഒരു പാട്ട്, അതാകട്ടെ ചിത്രത്തിൽ ഉൾപ്പെടുത്തുന്നത് സംഭാഷണങ്ങൾക്കിടയിലൂടെ 3-4 വരികൾ മാത്രമായും. പുതുതലമുറയിലെ ഏതാണ്ട് എല്ലാ സിനിമകളിലും ഇതേ ശൈലിയാണ് സ്വീകരിച്ചു കാണുന്നത്. എന്നാൽ 2015 ജയസൂര്യ അഭിനയിച്ച ജിലേബി എന്ന സിനിമയിൽ നജീം അർഷാദ് പാടിയ മനോഹരമായ ഒരു പാട്ടുണ്ട്. വിജയ് പാൽ ഈണം പകർന്ന ഈ ഗാനം അന്ന് ശ്രോതാക്കളുടെ ശ്രദ്ധ പിടിച്ചുപറ്റി. ലളിതമായ വരികളാൽ പ്രണയത്തെ സുന്ദരമായി വരച്ചിട്ട ഈ ഗാനരചയിതാവ് ആരാണ് എന്നായി പലരുടെയും അന്വേഷണം. അവർക്ക് മുന്നിൽ ശശികല മേനോൻ എന്ന പേര് ചന്ദ്രിക പോലെ. പുതിയ തലമുറയിലെ പലരും പുതിയൊരു ഗാനരചയിതാവിന്റെ വരവാണ് എന്ന് തെറ്റിദ്ധരിച്ചു. എന്നാൽ അവരറിഞ്ഞില്ല, മലയാളത്തിൽ ഏറ്റവും കൂടുതൽ ചലച്ചിത്ര ഗാനങ്ങൾ എഴുതിയ വനിതയുടെ 2ാം വരവായിരുന്നു അത് എന്ന്. എറണാകുളം സ്വദേശിനിയായ ശശികല മേനോൻ ചെറുപ്രായം തൊട്ടേ ബാലപ്രസിദ്ധീകരണങ്ങളിൽ കഥകളും കവിതകളും എഴുതുമായിരുന്നു. 1976 ഡോക്ടർ ബാലകൃഷ്ണൻ സിന്ദൂരം എന്ന ചിത്രം നിർമ്മിച്ചപ്പോൾ അതിൻ്റെ എല്ലാ വിഭാഗങ്ങളിലും പുതുമുഖങ്ങൾക്ക് അവസരം നൽകി. അങ്ങനെ ആ ചിത്രത്തിലെ 5 ഗാനങ്ങളിൽ ഒന്ന് എഴുതാനുള്ള അവസരം ശശികലയെ തേടിയെത്തി. ചലച്ചിത്ര ഗാന രചനാ രംഗത്ത് സ്ത്രീ സാന്നിധ്യം തീരെ ഇല്ലാതിരുന്ന ഒരു കാലമായിരുന്നു അത്. A.T. ഉമ്മറിൻ്റെ സംഗീത സംവിധാനത്തിൽ അപ്പൻ തച്ചേത്ത്, സത്യനന്ദിക്കാട്, ഭരണിക്കാവ് ശിവകുമാർ, കോന്നിയൂർ ഭാസ് എന്നീ പ്രശസ്തരോടൊപ്പം ശ്രീലത പാടിയ യദുകുല മാധവ എന്ന ഭക്തിഗാനം ശശികല എഴുതി. അന്ന് വെറും 15 വയസ്സായിരുന്നു ശശികലയ്ക്ക്. ഈ ഗാനം കേട്ട സംവിധായകൻ എ വിൻസെന്റ് തൻ്റെ അഗ്നിനക്ഷത്രം എന്ന ചിത്രത്തിലെ 5 ഗാനങ്ങൾ എഴുതാൻ ശശികലയെ ക്ഷണിച്ചു. ദേവരാജൻ മാസ്റ്ററായിരുന്നു ഇതിൻ്റെ സംഗീത സംവിധായകൻ. ഈ ചിത്രത്തിലെ പി സുശീല പാടിയ നിത്യസഹായ മാതാവേ എന്ന ഗാനം കൂടുതൽ ശ്രദ്ധ നേടി. പി ലീലയും മാധുരിയും ലതാരാജവും ചേർന്ന് പാടിയ ചെന്തിക്കനൽ ചിഹ്നം നക്ഷത്രം എന്ന ഗാനത്തിന്റെ രചനയും ശ്രദ്ധിക്കപ്പെട്ടു. ശശികലയുടെ അടുത്ത ചിത്രമായ വയനാടൻ തമ്പാൻ എ വിൻസെന്റ്
ദേവരാജൻ മാസ്റ്റർ കൂട്ടിയിടുന്നത് തന്നെയായിരുന്നു. ഏഴാം ഉദയത്തിൽ, ഓമല്ലൂർക്കാവിൽ, ചന്ദ്രിക വിതറിയ താഴ്വരയിൽ തുടങ്ങിയ നല്ല ഗാനങ്ങൾ നിറഞ്ഞതായിരുന്നു വയനാടൻ തമ്പാൻ. ആയിരത്തി 1981 ബാലചന്ദ്ര മേനോൻ സംവിധാനം ചെയ്ത താരാട്ട് എന്ന ചിത്രത്തിനു വേണ്ടി അവർ ഒരു ഗാനം എഴുതി. രവീന്ദ്രന്റെ സംഗീതത്തിൽ പി. സുശീല പാടിയ ആലോലം പൂമുത്തേ ആരാരിരോ എന്ന ഗാനം. M.K. അർജുനന്റെ സംഗീതത്തിൽ വാടക വീട്ടിലെ അതിഥി എന്ന ചിത്രത്തിന് ശേഷം ശശികല മേനോൻ വിവാഹിതയായി. കോൺഗ്രസ് നേതാവായ N. വേണുഗോപാലിനെയാണ് അവർ വിവാഹം ചെയ്തത്. പിന്നീട് ഒരു വരി പോലും എഴുതാതെ നീണ്ട ഇടവേളയായിരുന്നു. മെല്ലെ മെല്ലെ ശശികല മേനോൻ എന്ന പേര് തന്നെ വിസ്മൃതിയിലാണ്ടു. എന്നാൽ കുടുംബജീവിതത്തിന്റെ തിരക്കുകൾക്കിടയിലും ശശികലയിലെ കവയത്രി സ്വതന്ത്രയായി പുറത്തു വന്നു. വിദ്യാധൻ മാസ്റ്റർ സംഗീതം നൽകിയ 9 കൃഷ്ണ ഭക്തിഗാനങ്ങളുമായി വർണ്ണവൃന്ദാവനം എന്ന ആൽബം 2010 പുറത്തിറങ്ങി. തുടർന്ന് ശിവപഞ്ചാക്ഷരി, ദേവായനം എന്നീ ഭക്തിഗാന ആൽബങ്ങൾക്ക് ശേഷം ശരത്തിന്റെ സംഗീതത്തിൽ സ്ട്രോബെറി തെയ്യം എന്ന ഫ്യൂഷൻ ആൽബവും പുറത്തുവന്നു. നീയല്ലെങ്കിൽ മറ്റാരാണ് സഖി എന്ന ഉമ്പായിയുടെ ഗസൽ ആൽബത്തിൽ ഒരു ഗാനം ശശികല എഴുതി. പിന്നീട് 2 ക്രിസ്തീയ ഭക്തിഗാന ആൽബങ്ങൾ. ഇവയെല്ലാം തന്നെ ശശികലയുടെ സിനിമാ രംഗത്തേക്കുള്ള തിരിച്ചുവരവിന് കളമൊരുക്കി. നേമം പുഷ്പരാജ് സംവിധാനം ചെയ്ത കുക്കിലിയാർ എന്ന ചിത്രത്തിനു വേണ്ടി M. ജയചന്ദ്രന്റെ സംഗീതത്തിൽ മധുരേഖ മിഴിചാരി മറയുന്നതെന്തേ എന്ന ഗാനം എഴുതിക്കൊണ്ട് അവർ സിനിമയിൽ തിരിച്ചെത്തി. A.T. ശ്രീകുമാരൻ സംഗീതത്തിൽ ഗുഡ് ബാഡ് ആൻഡ് അഗ്ലി, ജിലേബി, ലസാഗു ഒസാഖ, 168 മണിക്കൂർ, പ്രിയപ്പെട്ടവർ, 10ാം ക്ലാസ്സിലെ പ്രണയം തുടങ്ങിയ ചിത്രങ്ങൾ പിറകെ വന്നു.
മനതിൻ തേൻ കണമോ വീണനുരാഗിലമാം സ്വരമായി അലിയും കനവിലെ കുളിരായി തഴുകുവാൻ ചെല്ലക്കാറ്റിനല്ലിക്കൈയിൽ ചാഞ്ഞിടും മല്ലിപ്പൂവേ മഞ്ഞിൻ തുള്ളി ചൂടിവാ. 19 സിനിമകളിലായി 27 ഗാനങ്ങൾ എഴുതി ഏറ്റവും കൂടുതൽ ചലച്ചിത്ര ഗാനങ്ങൾ എഴുതിയ വനിത എന്ന ബഹുമതിക്കർഹയായ ശശികല മേനോൻ കുടുംബജീവിതവും ഗാനരചനയുമായി എറണാകുളത്ത് സ്വസ്ഥമായി കഴിയുന്നു. സമകാലികരായ മറ്റ് ഗാനരചയിതാക്കളുമായി താരതമ്യപ്പെടുത്തിയാൽ വളരെ കുറച്ച് ഗാനങ്ങൾ മാത്രമേ ശശികല മേനോൻ എഴുതിയിട്ടുള്ളൂ. അവരെ തേടിയെത്തിയ ബഹുമതികളും എണ്ണത്തിൽ കുറവായിരിക്കാം. എങ്കിലും അവരുടെ ഗാനങ്ങൾ ഒരു പ്രതീക്ഷയാണ്. ക്ഷണഭംഗുരങ്ങളായ പുതിയ ഗാനങ്ങൾക്കിടയിൽ കാവ്യഗുണമുള്ള കുറച്ച് നല്ല ഗാനങ്ങളും കേൾക്കാം എന്ന പ്രതീക്ഷ. ഗാനകൈരളിയെ ഇനിയും ധന്യമാക്കാൻ ശശികലയിൽ നിന്നും കൂടുതൽ മികച്ച ഗാനങ്ങൾ നമുക്ക് ലഭിക്കട്ടെ. കാറ്റിൻ്റെ ചിറകേറി എത്തുന്ന ആ സുന്ദര ഗാനങ്ങൾക്കായി നമുക്കിനിയും കാതോർക്കാം. പൊൻവീണമീട്ടും സ്വരം ആരോരും കാണാതോ മനെ മാറോട് ചേർത്തൊന്നു പുൽകുവാൻ ഒരു നേർത്ത മഞ്ഞിൻ തളിർവിരൽ മുനയാലെ തഴുകും കാറ്റിൻ തുടിപ്പോൽ തൂമഞ്ഞു ചൂടും പൂവ് പോലെ പൂങ്കാറ്റില്ലാടും